ഇന്നത്തെ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ആര് പട്ടം പറത്തും എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിന്റെ ആക്ടിവിറ്റീസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഹൂ ഫ്ലൈസ് ദ കൈറ്റ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പാഠഭാഗത്തിന്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. വൈ ഡിഡ് ദ മേയേഴ്സ് ഐസ് വൈഡൻ? എന്തുകൊണ്ടാണ് മേയറുടെ കണ്ണുകൾ വികസിച്ചത്? ദ മേയേഴ്സ് ഐസ് വൈഡൻഡ് ആസ് he saw a boy flying a big colorful kite. Second question, dash without me it would fell to the ground. Who told this word? ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? The wind, അല്ലെ, കാറ്റാണ്. What did the kite's tail say? പട്ടത്തിന്റെ വാൽ എന്താണ് പറഞ്ഞത്? The kite's tail said, I keep the kite steady, without me it would crash and break. What does the kite in this story symbolize? The kite in this story symbolizes of unity. Next, first activity, textbook first activity ennaanu? Here are the events of the story. Who flies the kite? They are in a jumbled manner. Arrange them in correct order. Who flies the kite? Who flies the kite എന്ന് പറയുന്ന കഥയിലെ സംഭവങ്ങൾ ഇവിടെ ക്രമം തെറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവ ക്രമീകരിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് ഡിസോർഡർ ആയിട്ട് ഓരോ ഇവന്റ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഓർഡർ ആക്കി എഴുതുമ്പോൾ ആദ്യം എന്താണ്? The mayor saw a boy flying a bright and colorful kite in the park. Second, the kite's tail said, I keep the kite steady in the air. Then third, the wind softly whispered, I lift the kite high. Fourth, the boy said, I made this kite and I fly it. Next, last one, they all smiled and agreed. The kite flies because we work together as a team. അല്ലേ? വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം എന്താണെന്ന്. പിക്ചർ സ്റ്റോറി കാർഡ് ആണ്, അല്ലേ? Look at the picture given below. Some of the events are given. Write the events in the given space and add picture wherever necessary. Give a suitable title. അല്ലെ, ഓരോ പിക്ചേഴ്സിന്റെ നേരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നിട്ടുള്ള ഇവന്റ്സ് നോക്കിയിട്ട് അതിനൊരു ടൈറ്റിൽ, തലക്കെട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് ദ ഫ്രണ്ട്സ് ആൻഡ് ദ ആപ്പിൾ ട്രീ എന്ന് കൊടുക്കാം. ഫസ്റ്റ് പിക്ചറിൽ റെനി വാസ് ഫൗണ്ട് ഓഫ് പ്ലാന്റ്സ്. One day he got a sapling. He decided to plant the sapling in his orchard. അല്ലെ, നമ്മള് റെനി എന്ന ആ കുട്ടിയുടെ പേര് കൊടുത്തു. Then second പിക്ചറിൽ എന്താ റെനി ചെയ്യുന്നത്? Reni found a suitable place in his orchard. He planted an apple tree. Then third പിക്ചറിലോ Reni cared for it well and watered it. His friends ആരൊക്കെയാണ്? The rabbit, the fox and the monkey helped him. അല്ലെ, പിക്ചേഴ്സ് നോക്കിയിട്ട് ആ പിക്ചറിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഒരു സ്റ്റോറി തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈസി അല്ലേ? അല്ലെ? ഇനി ബാക്കി നമുക്ക് ആഡ് ചെയ്യണം. ബാക്കി എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? The plant began to bear fruit. More friends like the giraffe and a peacock came there to help with the tree. Then last എന്താണ്? നമ്മൾ നെക്സ്റ്റ് പിക്ചറിൽ പിക്ചർ വരക്കണം. എന്താണ് പിക്ചർ വരക്കേണ്ടത്? One day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. Next, all the animals together drove the mongoose away. അല്ലെ, അവിടെ ആ പിക്ചർ നിങ്ങൾ വരക്കണം. ലാസ്റ്റ് എന്താണ്? The apple fruit ripened. Reni and all his friends ate their fill. All were happy. അല്ലെ, അപ്പൊ തന്നിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ അതിനനുയോജ്യമായിട്ടുള്ള പിക്ചേഴ്സ് വരക്കുക. അല്ലെ, ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ നിങ്ങൾക്ക് സ്റ്റോറി എഴുതാൻ ഈസി അല്ലേ? ഓരോ പിക്ചേഴ്സ് തന്നാലും അതിനനുസരിച്ചിട്ട് സ്റ്റോറി എഴുതാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ലാസ്റ്റ് എന്താണ്? കൈറ്റ്സ്. മേക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ. കൈറ്റ്സ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് മെസ്സേജ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. Example,
യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. കൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഒക്കെ നടത്താം. അതുപോലെ തന്നെ ക്രാഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞിട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ. ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽ. ലെറ്റ് us make our own ants. അല്ലെ, താഴെ തന്നിട്ടുള്ള പിക്ചർ കണ്ടോ. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. അല്ലെ, ഇവിടെ നിങ്ങൾക്ക് ഓരോ പിക്ചറും നോക്കിയിട്ട് എഴുതാം. നിങ്ങൾ ഉണ്ടാക്കിയ പിക്ചേഴ്സ് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെന്റൻസ് ആക്കി എഴുതാവുന്നതാണ്. I made my ant with dash. അല്ലെ, its color is dash. My ant has dash legs. I named my ant dash. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിന്റെ ആക്ടിവിറ്റീസും. പാഠഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. അതിന്റെ മലയാളം മീനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ഓൾ ദ ബെസ്റ്റ്.